സൈക്കോളജി UGC നെറ്റ് 2025 ഡിസംബർ ബാച്ചിലേക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Which of the following describes a type 1 error in hypothesis testing? Option A, failing to reject a false null hypothesis. Option B, rejecting a true null hypothesis. Option C, finding a result that cannot be replicated. Option D, choosing the wrong statistical test. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റോങ്ലി നമ്മൾ റിജക്റ്റ് ചെയ്യാം. അതായത് അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതാണ് ടൈപ്പ് 1 എറർ. ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടൈപ്പ് 2 എററാണ്. ഒരു തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുന്നതാണ് ടൈപ്പ് 2 എറർ. ബാക്കി ഓപ്ഷൻസ് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും ടൈപ്പ് 1 എററോ ടൈപ്പ് 2 എററോ അല്ല, അവ പ്രോബ്ലംസ് ഓഫ് റെപ്ലിക്കേഷനാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം സ്കോർ? അതായത് ഒരു വലിയൊരു സ്കോർ വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യുന്നത് ഇതിൽ ഏത് മെഷേഴ്സാണ്? ഓപ്ഷൻ എ മീഡിയൻ, ഓപ്ഷൻ ബി മോഡ്, ഓപ്ഷൻ സി മീൻ, ഓപ്ഷൻ ഡി ഇൻ്റർക്വാർട്ടൽ റേഞ്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മീനാണ്. മീൻ എന്ന് പറയുമ്പോൾ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് നമ്പേഴ്സിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ ചെറിയ നമ്പേഴ്സ് വരുമ്പോൾ പെട്ടെന്നൊരു 100 അതിൽ വന്നു കഴിഞ്ഞാൽ മീനിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഓപ്ഷൻ എ മീഡിയൻ എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സും ഓർഡറിൽ എഴുതിയിട്ട് ഏറ്റവും വലിയ എടുക്കുന്ന നമ്പർ എടുക്കലാണ് ഓപ്ഷൻ എ മീഡിയൻ. ഇനി മോഡ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന നമ്പറിനെ സെലക്ട് ചെയ്യലാണ്. ഇനി ഓപ്ഷൻ ഡി നമ്പേഴ്സിനെ 4 ക്വാർട്ടൈൽസ് ആക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ട് 4 ക്വാർട്ടൈൽസ് ആക്കിയിട്ട് അതിൽ നിന്നും ഇൻ്റർ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്നതാണ് ഓപ്ഷൻ ഡി ഇൻ്റർക്വാർട്ടൽ റേഞ്ച്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ഇവാൻ പൗലോ, ഓപ്ഷൻ സി എഡ്വാർഡ് തോണ്ടിക്, ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ദൂര. കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ഇവാൻ പൗലോ. ഇവാൻ പൗലോ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എക്സ്പെരിമെൻ്റ് നടത്തി അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവാൻ പൗലോ ആണ്. സ്കിന്നർ ആണെങ്കിൽ അപ്പാരൻറ്റ് കണ്ടീഷനിങ് ആണ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ്, ഷേപ്പിംഗ് ബിഹേവിയർ, ഇതൊക്കെയായി ബന്ധപ്പെട്ടതാണ് BF സ്കിന്നർ. തോണ്ടേക്ക് ആണെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണ്. ബന്ദൂര സോഷ്യൽ ലേണിംഗ്, മോഡലിംഗ് അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 14. Which scale of measurement allow rank order and equal intervals between values but no true zero? Option A nominal, option B ordinal, option C interval, option D ratio. Correct answer option C interval ആണ്. Interval scale കറക്റ്റ് ഈക്വൽ ഇൻ്റർവൽസ് ഉണ്ട്, ബട്ട് ദർ ഈസ് നോ അബ്സല്യൂട്ട് സീറോ. ഇനി റേഷ്യോ സ്കെയിൽ ആണെങ്കിൽ കറക്റ്റ് ഇൻ്റർവൽസ് ഉണ്ട്, ഈക്വൽ ഇൻ്റർവൽസ് ഉണ്ട്, ബട്ട് അവിടെ ഒരു ട്രൂ സീറോയും ഉണ്ട്. ഓർഡിനൽ സ്കെയിൽ ആണെങ്കിൽ ഓർഡർ ഉണ്ട്, ബട്ട് ഇൻ്റർവൽസ് എല്ലായ്പ്പോഴും ഈക്വൽ ആവണമെന്നില്ല. നോമിനൽ സ്കെയിൽ ആണെങ്കിൽ അതൊരു കാറ്റഗറിക്കൽ സ്കെയിലാണ്, അതായത് ജെൻഡർ, ബ്ലഡ് ടൈപ്പ്, ക്ലാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കലാണ് നോമിനൽ സ്കെയിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. Which psychological approach places the greatest emphasis on self-actualization and personal growth? Option A psychoanalytic, option B behaviorist, option C humanist, option D biological. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹ്യൂമാനിസ്റ്റിക് ആണ്.
ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആണെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ മീനിങ് ആൻഡ് റീച്ചിങ് വൺസ് പൊട്ടൻഷ്യൽ, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. സൈക്കോ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ഏർലി എക്സ്പീരിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിഹേവിയറിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയേഴ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബയോളജിക്കൽ അപ്രോച്ച് ആണെങ്കിൽ ബ്രെയിൻ, ജനറ്റിക്, ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. Which lobe of the brain is primarily responsible for auditory processing and aspects of language comprehension? Option A, frontal lobe. Option B, parietal lobe. Option C, occipital lobe. Option D, temporal lobe. Correct answer ഓപ്ഷൻ ഡി, ടെമ്പോറൽ ലോബാണ്. ടെമ്പോറൽ ലോബാണ് നമ്മുടെ ഹിയറിങ്, അതായത് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ 2 സൈഡിലാണ്. ടെമ്പോറൽ ലോബാണ് നമ്മുടെ ഹിയറിങ്, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ലാംഗ്വേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ ലാംഗ്വേജിൻ്റെ പാർട്സ്, വെർണിക്സ് ഏരിയ ഒക്കെ ലെഫ്റ്റ് ടെമ്പോറൽ ലോബിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഫ്രോണ്ടൽ ലോബാണെങ്കിൽ അത് പ്ലാനിങ്, മോട്ടോർ കൺട്രോൾ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, ബ്രോക്കാസ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് ഫ്രോണ്ടൽ ലോബ്. പറൈറ്റൽ ലോബ് ആണെങ്കിൽ സെൻസറി ഇൻ്റഗ്രേഷൻ, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹോസ്പിറ്റൽ ലോബ് ആണെങ്കിൽ വിഷ്വൽ പ്രോസസ്സിംഗ് ആണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ ലെഫ്റ്റ് ടെമ്പോറൽ റീജിയനിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് അത് എഫക്റ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 17. Which test is commonly used to assess the intelligence in children? Wechsler Adult Intelligence Scale. Option B, Wechsler Intelligence Scale for Children. Option C, Minnesota Multiphasic Personality Inventory. Option D, Beck Depression Inventory. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ അഥവാ WISE ആണ്. വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഓപ്ഷൻ എ, വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ മെയിനായിട്ടും അഡൾട്ടിനാണ്. ബാക്കി വരുന്ന ഓപ്ഷൻ സി MMPI പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണ്. BDI എന്ന് പറയുന്നത് ഡിപ്രഷൻ്റെ സിംറ്റംസ് അസസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് BDI. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. Which sampling method gives every member of the population an equal chance of being selected? Option A, purposive sampling. Option B, convenience sampling. Option C, simple random sampling. Option D, snowball sampling. കറക്റ്റ് ആൻസർ വരുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ പ്രോബബിലിറ്റി കൊടുക്കുന്നത്. ഇനി പർപ്പസീവ് സാമ്പിളിംഗ് ആണെങ്കിൽ അത് റിസർച്ചറിൻ്റെ പർപ്പസ് എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നത്. കൺവീനിയൻസ് സാമ്പിളിംഗ് ആണെങ്കിൽ റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് ഈസി ആയിട്ടുള്ളൊരു വേയിലൂടെ കിട്ടുന്ന ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിങ്. സ്നോബോൾ സാമ്പിളിംഗ് ആണെങ്കിൽ ഫസ്റ്റ് എടുക്കുന്ന കുറച്ച് ഇൻഡിവിജ്വൽസിൽ നിന്നും അവർ വഴി നമ്മൾ ബാക്കി പാർട്ടിസിപ്പൻസിന് എടുക്കുന്ന ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ കറക്റ്റ് ആൻസർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 19. ഇൻറ്റേർണൽ വാലിഡിറ്റി റെഫേഴ്സ് ടു, എന്താണ് ഇൻറ്റേർണൽ വാലിഡിറ്റി? ഹൗ വെൽ റിസൾട്ട് ജനറലൈസ് ടു അതർ സെറ്റിംഗ്സ്. ഓപ്ഷൻ ബി, the degree to which changes in the dependent variable are due to the independent variable. Option C, the accuracy of a measurement instrument. And option D, whether studies result are consistent over time. Correct answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. The degree to which changes in the dependent variable are due to the independent variable.
അപ്പോൾ ഇൻറ്റേർണൽ വാലിഡിറ്റി പറഞ്ഞാൽ മെയിനായിട്ട് കോസ് ആൻഡ് എഫക്റ്റ് ആണ് അവിടെ പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളതാണ് ഈ ഇൻറ്റേർണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ വാലിഡിറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓപ്ഷൻ സി മെഷർമെൻറ്റ് വാലിഡിറ്റി അഥവാ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് റിലയബിലിറ്റിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ടോക്കൺ എക്കണമി. ടോക്കൺ എക്കണമി എന്താണെന്നറിയാം, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കാണ്. അത് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അപ്രോച്ച്. ഏത് അപ്രോച്ചുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്നത്, ഏത് അപ്രോച്ചുമായിട്ടാണ്? ഓപ്ഷൻ എ കോഗ്നിറ്റീവ് തെറാപ്പി, ഓപ്ഷൻ ബി സൈക്കോ അനാലിസിസ്, ഓപ്ഷൻ സി ബിഹേവിയർ തെറാപ്പി ആൻഡ് ഓപ്ഷൻ ഡി ഹ്യൂമനിസ്റ്റിക് തെറാപ്പി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബിഹേവിയർ തെറാപ്പിയാണ്. ടോക്കൺ എക്കണമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കാണ്. ഒരു ഡിസൈർഡ് ബിഹേവിയർ കാണിക്കുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ടോക്കൺസ് കൊടുക്കുന്നു ആൻഡ് ആ ടോക്കൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു റിവാർഡ് അവർക്ക് കിട്ടുക. അതാണ് ടോക്കൺ എക്കണമി. ഇനി കോഗ്നിറ്റീവ് തെറാപ്പി മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ തോട്ട്സ്, ബിലീവ്സ് ആൻഡ് സൈക്കോ അനാലിസിസ് ഒരാളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ്, അൺകോൺഷ്യസ് പ്രോസസ്സ് ആൻഡ് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ ഗ്രോത്തിനെയും എംപതി, സെൽഫ് ആക്ച്വലൈസേഷൻ അതിനൊക്കെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.